ഇന്ന് നമുക്ക് മുട്ടമാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കണ്ണൂർ ഭാഗത്തെല്ലാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് മുട്ടമാല. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയും പഞ്ചസാരയാണ് കാര്യമായിട്ട് ആവശ്യമുള്ളത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് മുട്ടമാല. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 30 മുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും വേറെ വേറെ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചിട്ടിടണം. മുട്ട പൊട്ടിച്ചിട്ടിടുന്ന സമയത്ത് എഗ് യോക്ക് പൊട്ടിപ്പോവാണ്ട് നമ്മൾ പതുക്കെ വേണം നമ്മൾ പൊട്ടിച്ചിട്ടിടാൻ. അത് രണ്ടും മിക്സായി പോയാൽ നമുക്ക് മുട്ടമാല ശരിയാക്കി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കെയർ ചെയ്തിട്ട് വേണം മുട്ട പൊട്ടിച്ചിട്ടിടാനും. അതുപോലെ മഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന സമയത്തും വെള്ളൻ്റെ പോർഷൻ ഒട്ടും മുട്ടൻ്റെ മഞ്ഞയിലേക്ക് വരാനേ പാടില്ല. ആ രീതിയിൽ വേണം എടുക്കാൻ. മുട്ട പൊട്ടിച്ചിടുമ്പോൾ ഒരു കുഴിയുള്ളൊരു ബൗൾ എടുത്താൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം മുട്ടയെല്ലാം പൊട്ടിച്ചിട്ടതിന് ശേഷം അതിൻ്റെ എഗ് യോക്ക് മെല്ലനെ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ കുലുക്കി എടുത്താൽ അതിൻ്റെ വൈറ്റ് പോർഷനെല്ലാം താഴേക്ക് പോകും. എന്നിട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റേ കയ്യിലിട്ടിട്ടൊന്ന് പോക്കിയെടുത്താൽ മതി. എന്നിട്ട് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു അരിപ്പയിലേക്ക് എഗ് യോക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ മുട്ടമാല ഉണ്ടാക്കാൻ, റെഡിയാക്കി എടുക്കാൻ. അപ്പം അരിപ്പയിലിട്ട് കൊടുത്ത് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അത് അതിൻ്റെ എഗ് യോക്ക് മാത്രം താഴെ വീഴും. ബാക്കി അതിൻ്റെ വൈറ്റ് പോർഷൻ ഉണ്ടെങ്കിൽ മേലെ തന്നെ അരിപ്പയിൽ തന്നെ കിടക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് യെല്ലോ കളറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ മുട്ടൻ്റെ മഞ്ഞയിൽ എല്ലാ ഭാഗത്തും ശരിക്കും കട്ടയൊന്നും പിടിക്കാണ്ട് ആ കളറ് മിക്സായി കിട്ടും. അപ്പോൾ നമ്മൾ അരിപ്പയിൽ തന്നെ കുറച്ച് കളർ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് അത് മിക്സാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു കയ്യിലാണ് നമ്മൾ മുട്ടമാല ഉണ്ടാക്കുന്നത്. ഇത് പണ്ട് കുറേ മുന്നേ വെല്ലുമാൻ്റെ എല്ലാം കാലത്ത് തന്നെ ഉണ്ടാക്കി വെച്ചൊരു കയ്യിലാണിത്. ഇതിൽ ഒരു സാധാരണ ചിരട്ടക്കയ്യിൽ ഇതുപോലെ ചെറിയൊരു ഹോൾസാക്കി വെച്ചതാണ്. ഇതാകുമ്പോൾ നമുക്ക് എപ്പം വേണമെങ്കിലും മുട്ടമാല ഉണ്ടാക്കുമ്പോൾ ഈ കയ്യിലെടുത്താൽ മതി. അപ്പോൾ എഗ് യോക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സീർ ഉണ്ടാക്കിയെടുക്കണം. സീർ എന്ന് പറഞ്ഞാൽ ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിന് നമ്മൾ സീർ എന്നാണ് പറയാൻ. 30 മുട്ടയ്ക്ക് വേണ്ടിയിട്ട് 2.5 കപ്പ് പഞ്ചസാരയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. തിളപ്പിക്കാൻ വേണ്ടി വെക്കാൻ, സിറപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ. അത് തിളച്ച് ഷുഗറെല്ലാം മെൽറ്റായി വന്നാൽ അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഷുഗറിൽ പഞ്ചസാരയിൽ എന്തെങ്കിലും കച്ചറയിലുണ്ടെങ്കിൽ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പാലിന് പകരം നമുക്ക് എഗ് വൈറ്റ് വേണമെങ്കിൽ ഒരു മുട്ടൻ്റെ വെള്ളം അത്രയും പോർഷൻ വേണമെങ്കിൽ പഞ്ചസാരയിൽ ഇട്ട് കൊടുത്താലും ഷുഗർ സിറപ്പ് നല്ല ക്ലിയറായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്താൽ നമ്മൾ മുട്ടമാലക്ക് നല്ലൊരു കളറ് കിട്ടും. പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൻ്റെ വേസ്റ്റെല്ലാം പാലിൻ്റെ കൂടെ ഇങ്ങ് വരും. അപ്പോൾ അത് മുഴുവനും നമ്മൾ കോരിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗ് യോക്ക് നമ്മളെ കയ്യിൽ നമ്മൾ ഹോൾസ് ഇട്ട് വെച്ച കയ്യിലേക്ക് കോരി എടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മുട്ടമാല നമ്മൾ ഷുഗർ സിറപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ചില ആൾ വിചാരിക്കും എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. എല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മുട്ടമാല ഉണ്ടാക്കുമ്പോൾ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. മുട്ടമാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ, അതിൽ ചുറ്റിച്ച് കൊടുക്കാൻ. കാരണം എന്നാലാണ് അതിൻ്റെ പത നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് മുട്ടമാല ചുറ്റിച്ച് കൊടുത്താലാണ് നല്ല മാല കിട്ടും. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല പത വന്നതിന് ശേഷം മാത്രം നമ്മൾ മുട്ടമാല അതിലേക്ക് ചുറ്റിച്ച് കൊടുക്കാവൂ. അതുപോലെ റെഡിയായി വന്നാൽ കുറച്ചൊരു 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് കുക്കായി കിട്ടും. ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. റെഡിയായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് വേണം അത് കോരിയെടുക്കാൻ. അപ്പോൾ അതെല്ലാം മാറിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
പിന്നെ അതുപോലെ സിറപ്പ് കുറച്ച് കട്ടി കൂടി വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും ആ സിറപ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മൾ കുറേ സമയം അടുപ്പിൽ വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പ് വറ്റിയിട്ട് അത് ഭയങ്കര കട്ടിയായിട്ട് പോവും. അതുകൊണ്ട് കുറച്ച് ആവശ്യം നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് വീണ്ടും മുട്ടമാല ചുറ്റിച്ചെടുക്കാം. സിറപ്പ് റെഡിയാക്കി എടുക്കാൻ കുറച്ച് കുഴിയുള്ളതും കുറച്ച് വീതിയുള്ളതും പാത്രം എടുക്കണം. കാരണം വീതി ഉണ്ടാകുമ്പോൾ നമുക്ക് മാല നന്നായിട്ട് ചുറ്റിച്ചെടുക്കാനുള്ളൊരു സ്ഥലം കിട്ടും. അതുപോലെ കുഴി ഉണ്ടാകുമ്പോൾ ഇത് പതഞ്ഞ് വരുമ്പം പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് കുഴിയുള്ള പാത്രമാകുമ്പം സേഫായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മുട്ടമാല എടുത്തിടുന്ന പ്ലേറ്റ് കുറച്ച് ഹൈറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ നിന്നെല്ലാം കോരിയിട്ട് വെക്കുന്ന പോലെ കുറച്ചൊന്ന് മേലോട്ടാക്കി വെക്കണം. അപ്പോൾ അതിൽ എക്സ്ട്രാ ഉള്ള സിറപ്പെല്ലാം താഴെ വരും. അപ്പോൾ അത് മാറ്റി കൊടുക്കാം. എന്നിട്ടിത് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ വെച്ചാൽ ചിലപ്പം കട്ട പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പിഞ്ഞാൺ തപ്പ റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 10 മുട്ടയ്ക്കുള്ള അളവാണ് കാണിക്കുന്നത്. അപ്പം ആ മുട്ടൻ്റെ എഗ് വൈറ്റ് ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാരക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ മുട്ടമാല ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് തന്നെയാണ്. അപ്പോൾ അത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് മുട്ടമാല ഉണ്ടാക്കിയ സിറപ്പിനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പം അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം സിറപ്പ് തണുത്തതിന് ശേഷം 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എണ്ണ തടവിയതിന് ശേഷം അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും. അപ്പം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പിഞ്ഞാണത്തപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. പണ്ടെല്ലാം പുതിയാപ്ല സൽക്കാരത്തിന് മാത്രമാണ് മുട്ടമാലയിൽ ഉണ്ടാക്കൽ. ഇപ്പം പിന്നെ എല്ലാ പരിപാടിക്കും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും മുട്ടമാലയിൽ ഉണ്ടാക്കുന്നുണ്ട്. പണ്ടത്തെ ഇപ്പം പുഡിങ്, കേക്ക്സ്, അതുപോലെ പേസ്ട്രീസ് അതിലുണ്ടാക്കുന്നതിന് പകരം പണ്ട് മുട്ടമാല മാത്രമേ ഉണ്ടാവും. മുട്ടമാല, പഞ്ചാരപ്പാറ്റ അങ്ങനത്തെ കുറച്ച് സ്വീറ്റ്സ് മാത്രമേ ഉണ്ടാവും. ഇപ്പം പിന്നെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും എല്ലാവരും ഉണ്ടാക്കുന്ന വിഭവമാണ് മുട്ടമാല. ഇനി നമുക്ക് മുട്ടമാല സെർവ് ചെയ്യാം. അതെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ സെർവ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിൽ ഒരു സൈഡിൽ കുറച്ച് മുട്ടമാല, പിന്നെ കുറച്ച് പിഞ്ഞാണത്തപ്പം കട്ട് ചെയ്തത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് സെർവ് ചെയ്തെടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. പണ്ടാണെങ്കിൽ ചെറിയൊരു പ്ലേറ്റിൽ തന്നെ മുട്ടമാലയും പിഞ്ഞാണത്തപ്പം ഒന്നിച്ചിട്ടാണ് സെർവ് ചെയ്യൽ. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് വേസ്റ്റായി പോകും. കാരണം എല്ലാവർക്കും പിഞ്ഞാണത്തപ്പം ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, ചിലപ്പം മുട്ടമാല ചില ആൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പം രണ്ടും കൂടി ഒന്നിലാവുമ്പോൾ ഇഷ്ടമുള്ള മാത്രം നിന്നിട്ട് ബാക്കിയായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള വേസ്റ്റായി പോകും. ഇപ്പോൾ ഇങ്ങനെ സെർവ് ചെയ്യുന്നതുകൊണ്ട് ഒട്ടും വേസ്റ്റൊന്നും ആയി പോവില്ല. ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴിക്കാമല്ലോ. മഞ്ഞ ഇഷ്ടമുണ്ടെങ്കിൽ, മുട്ടൻ്റെ മാല ഇഷ്ടമുണ്ടെങ്കിൽ മാല മാത്രം എടുക്കാം. പിഞ്ഞാണത്തപ്പാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതുകൊണ്ട് വേസ്റ്റ് ആവില്ല ഇങ്ങനെ സെർവ് ചെയ്താൽ. എന്നിട്ട് കുറച്ച് ചെറീസ് വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ കാണിച്ച ഹോൾസ് ഇട്ട കയ്യിലിന് പകരം പിന്നെ ഇപ്പം പ്രില്ലിൻ്റെ അതുപോലത്തെ ലിക്വിഡിൻ്റെ എല്ലാം ബോട്ടിൽ അങ്ങനെ അതിൽ ഒഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് അതിൽ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ ചെറിയ ഹോൾസ് വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പം കയ്യിലായതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.